തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇത് സംബന്ധിച്ച പോലീസ് മേധാവിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. സംസ്ഥാനത്ത് ഇതുവരെ 34 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 34,000 പേർ തട്ടിപ്പിന് ഇരയായെന്നാണ് നിഗമനം. സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ അനന്തകുമാർ വഴിയായിരുന്നു അനന്തുവിന്റെ പണമിടപാടുകൾ. നന്ദകുമാർ പറഞ്ഞത് പ്രകാരം കോടികൾ കൈമാറിയെന്ന് അനന്തു കൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. വഴിതടഞ്ഞുള്ള സമരത്തെ തുടർന്നുള്ള കോടതിയലക്ഷ്യ കേസിൽ CPIM കോൺഗ്രസ് നേതാക്കൾ കോടതിയിൽ ഹാജരായി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നേതാക്കൾ നേരിട്ട് ഹാജരായത്. പൊതുവഴികളും നടപ്പാതകളും പ്രതിഷേധത്തിനുള്ളതല്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. പകുതി വില തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ ബാലുശ്ശേരിയിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തു. യങ്മാൻ സ്പോർട്സ് ക്ലബ്, കാന്തപുരം മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നിവർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. കേസിലെ 3ാം പ്രതിയാണ് CN രാമചന്ദ്രൻ. NGO കോൺഫെഡറേഷൻ രക്ഷാധികാരി എന്ന നിലയിലാണ് കേസെടുത്തത്. വയനാട് CPM ജില്ലാ കമ്മിറ്റി അംഗം AN പ്രഭാകരന്റെ പ്രസംഗം വിവാദത്തിലേക്ക്. പനമരത്ത് UDF മുസ്ലിം വനിതയെ മാറ്റി ആദിവാസി പെണ്ണിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയെന്നായിരുന്നു പരാമർശം. ലീഗ് പനമരത്ത് ചെയ്തത് ചരിത്രപരമായ തെറ്റാണെന്നും AN പ്രഭാകരൻ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് മാത്യു കുഴൽനാടൻ MLA. അനന്തു കൃഷ്ണനിൽ നിന്നും 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഈ സമയം വരെ തന്റെ പേര് മൊഴിയിൽ ഇല്ലെന്നാണ് പോലീസ് പറഞ്ഞത്. ഒരു അടിസ്ഥാനവുമില്ലാതെയാണ് തനിക്കെതിരെയുള്ള വാർത്തയെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കയർ ബോർഡിന്റെ കൊച്ചി ഓഫീസിൽ ഗുരുതര തൊഴിൽ പീഡനം നേരിട്ട ജീവനക്കാരി മരിച്ചു. യുവതി ഗുരുതരാവസ്ഥയിലായത് തൊഴിൽ പീഡനം മൂലമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് വനിതാ ഓഫീസർ ജോളി മധു മരിച്ചത്. ഒരാഴ്ചയായി വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തുകയായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. അരങ്ങാട്ട് വീട്ടിൽ ബാലകൃഷ്ണൻ എന്നാണ് യഥാർത്ഥ പേര്. 100 ഏക്കറിലധികമുള്ള തരിശു കിടന്ന കുന്നിൻ പ്രദേശം വർഷങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിലാണ് ബാലൻ പച്ചയണിയിച്ചത്. വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ പ്രതി പിടിയിൽ. പുറമേരി സ്വദേശി ഷൈജിലിനെയാണ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിന് പിന്നാലെ പ്രതി വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുവാൻ കോൺഗ്രസ് നീക്കങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ബീരൻ സിംഗിന്റെ രാജി. തിരുപ്പതിയിലെ പ്രസാദ് ലഡുവിൽ മായം ചേർത്തുന്ന സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്ത് CBI. 3 മിൽക്ക് ഡയറി കമ്പനികളുടെ മേധാവികളാണ് അറസ്റ്റിലായത്. ടെൻഡർ നടപടിയിൽ കൃത്രിമം കാണിച്ചെന്ന് കാട്ടിയായിരുന്നു അറസ്റ്റ്.